ഒരു ടാക്സി ജീവനക്കാരൻ്റെ അല്ലെ ടാക്സി ഓണറുടെ ജീവിതം നമുക്ക് എടുത്തു നോക്കാം. ഇന്നത്തെ ഈ വിലക്കയറ്റം ഉള്ള ഈ സമയത്ത് ടാക്സി മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. മുതലാളി തന്നെ തൊഴിലാളി ആവേണ്ടി വരും, ഡ്രൈവർ ആവേണ്ടി വരും. അല്ലാതെ ഒരു ഡ്രൈവറെ വെച്ച് ഇന്നത്തെ പെട്രോൾ വിലയിലൊന്നും ഓടി സമ്പാദിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിൻ്റെ മെയിൻ്റെനൻസിന് പോലും ചിലവിന് കാശ് കിട്ടത്തില്ല. ടാക്സി മറ്റൊരാളെ വെച്ച് ഓടിക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ ഓട്ടം കിട്ടണം. ഒരു 10 വർഷം മുമ്പുള്ള ഒരു കേരളത്തിലെ സെറ്റപ്പല്ല ഇന്നുള്ളത്. കാരണം അന്ന് സ്കൂട്ടി അധികം ഇല്ലായിരുന്നു, കാറുകൾ അധികം ഇല്ലായിരുന്നു. ഇന്നെല്ലാ വീട്ടിലും 2 സ്കൂട്ടിയെങ്കിലും കാണും. ലേഡീസ് ഒന്നീ സ്കൂട്ടി പോവും, അല്ലെ കാറിൽ പോവും. അപ്പം പൊതുവേ ടാക്സി പിടിച്ച് ഉള്ള ഓട്ടങ്ങളില്ല, പ്രത്യേകിച്ച് കാറുകാർക്ക്. കാറിനിപ്പോൾ എല്ലാം വീട്ടിൽ ഓരോരോ കാറുകൾ എടുത്തിട്ടുണ്ടായത് എയർപോർട്ട് ഓട്ടവും മെഡിക്കൽ കോളേജ് ഓട്ടവും ഹോസ്പിറ്റൽ ഓട്ടവും ഒക്കെ അവർ ഒന്നീ ഭാര്യ ഓടിക്കും, അല്ലെ ഭർത്താവ് ഓടിക്കും, അല്ലെ മക്കൾ ഓടിക്കും. അവരാ കാറും കൊണ്ടങ്ങ് പോകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ടാക്സി ജീവനക്കാർക്ക് ഇപ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാർ ടാക്സിക്കാർക്കൊക്കെ. അപ്പം ഒരു കാറിൻ്റെ വരുമാനം ഒന്ന് നോക്കാം. കാറിന് 1 കിലോമീറ്ററിന് 23 രൂപ പറഞ്ഞേക്കുന്നത്. ഈ 23 രൂപ കിട്ടിയാൽ ഇന്നത്തെ പെട്രോൾ ചിലവ് എന്തായാലും ഒരു ചെറിയ വണ്ടിയൊന്നും ആരും ഓട്ടത്തിന് വിളിക്കത്തില്ല. ഇച്ചിരി ബിഗ് സൈസ് വണ്ടി, അല്ല ഒരു മീഡിയം സൈസ് വണ്ടിയെങ്കിലും വിളിക്കും. ഒരു മീഡിയം സൈസ് വണ്ടിക്കൊക്കെ 12 കിലോമീറ്റർ 1 ലിറ്റർ പെട്രോളിൽ, അല്ല 1 ലിറ്റർ ഡീസൽ 12 കിലോമീറ്റർ, അല്ല 15 വരെ കിട്ടുമെന്ന് കൂട്ടിക്കൂ. പക്ഷേ പോകുന്നവരാരും ചൂടത്ത് പോകത്തില്ല, ആരും കോംപ്രമൈസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഒന്നല്ലെങ്കിൽ ഒന്നുണ്ട്. എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉള്ളതുപോലെ ടാക്സി മേഖലയിലും ഉണ്ട്. അപ്പം ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നൊരു വണ്ടിക്കാണെങ്കിൽ എ സി ഒക്കെ ഇട്ട് പോകുമ്പോൾ ഒരു 12-11 മൈലേജ് കിട്ടുമായിരിക്കും. ഒരു സൈഡെങ്കിലും അവർ എ സി ഇടിപ്പിക്കും കസ്റ്റമർ. അപ്പോൾ 11-12 മൈലേജാണ് നമുക്കിപ്പം കണക്ക് കൂട്ടേണ്ടത്. 1 ലിറ്ററിന് 23 രൂപ അതിൻ്റെ വാടക കിട്ടുന്നത്. അതിൽ 12 മൈലേജ് കിട്ടുന്നൊരു വണ്ടിക്ക് ഏകദേശം പെട്രോളിന് മാത്രം ഒരു 10 രൂപ 11 രൂപയ്ക്ക് അടുത്താവും. 10 രൂപ ഒന്ന് കൂട്ടണം. പിന്നെ വണ്ടിയുടെ തേയ്മാന ചെലവ്, അതായത് ടയറിന് 1 രൂപ മാറ്റേണ്ടി വരും, ക്ലച്ചിന് 1 രൂപ മാറ്റേണ്ടി വരും, ഗിയർ ബോക്സിന് 1 രൂപ മാറ്റേണ്ടി വരും, പിന്നെ എഞ്ചിന് 1 രൂപ മാറ്റേണ്ടി വരും. അപ്പോൾ 4 രൂപയായി. പിന്നെ ഇതിൻ്റെ വർഷത്തിലുള്ള ടെസ്റ്റിന് 2 രൂപ മാറ്റേണ്ടി വരും, 6 രൂപയായി. പിന്നെ 1 രൂപ ഇതിൻ്റെ ഓയിൽ സർവീസിനും ചെറിയ പാച്ച് വർക്കിന് മാറ്റേണ്ടി വരും. അപ്പോൾ 7 രൂപ ആ രീതിയിലായി. 1 കിലോമീറ്ററിന്. അപ്പോൾ 1 കിലോമീറ്ററിൻ്റെ പുറത്ത് 10 രൂപ പെട്രോളിനും അല്ലെ ഡീസലിനും, 7 രൂപ ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെലവിനും മാറ്റേണ്ടി വരും. അപ്പോൾ 17 രൂപയായി. ബാക്കി 6 രൂപ ടാക്സി ഓടിക്കുന്ന മുതലാളിക്കോ അല്ലെ ഡ്രൈവറിനെ വെച്ച് ഓടിക്കുമെങ്കിൽ ഡ്രൈവറിനോ കിട്ടുന്നത്. 1 കിലോമീറ്ററിന് 6 രൂപ. ഒരു ദിവസം ശരാശരി ഒരു ടാക്സി എത്ര വലിയ വമ്പനാന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററിൽ കൂടുതലൊന്നും ഓടത്തില്ല. അതായത് ഒരു വർഷം ശരാശരി ഒരു 30,000-35,000, ഏറ്റവും മാക്സിമം പോയാൽ 40,000 കിലോമീറ്ററിൽ കൂടുതലൊന്നും ഒരു ടാക്സി ഓടത്തില്ല. അപ്പം ഒരു ദിവസം 200 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന തുകയെന്ന് വെച്ചാൽ മുതലാളിക്കല്ലെങ്കിൽ ഡ്രൈവർക്ക് കിട്ടുന്ന ടോട്ടൽ തുകയെന്ന് വെച്ചാൽ 1,200 രൂപയായിരിക്കും. 100 കിലോമീറ്റർ ഓടുമ്പോൾ 600 രൂപ, 200 കിലോമീറ്റർ ഓടുമ്പോൾ 1,200 രൂപ. ഇതാണ് ടാക്സിക്കാരുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ. ഓക്കെ.